ആവേശം പകർന്ന ഒരു അറബനമുട്ട് മത്സരത്തിന്റെ വിശേഷം കാണാം. എട്ട് ധ്വനികളാൽ നിറഞ്ഞ് മണിപ്പ് കൊണ്ട് തുടങ്ങി മണിപ്പ് കൊണ്ട് തന്നെ അവസാനിപ്പിക്കുന്നതാണ് അറബനമുട്ടിന്റെ രീതി. ഷാത്തുലി, റിഫായിൻ റാത്തീബുകളിലെ ബൈത്തുകളും പ്രവാചക പ്രകീർത്തന അറബി ഗാനങ്ങളുമാണ് ആലപിക്കുന്നത്. ഒന്നാം കാലവും രണ്ടാം കാലവും കടന്ന് മുട്ട് ഭാവമാറ്റങ്ങളിലേക്ക് കടന്നപ്പോൾ കാഴ്ചക്കാർക്ക് മികച്ച ആസ്വാദനം നൽകി. അവസാന മണിപ്പിലെ രൗദ്രഭാവത്തിലുള്ള മുറുക്കം കാണികളുടെ ആവേശം വാനോളമുയർത്തി. അറബനമുട്ടിന്റെ തനിമ ചോരാതെ പുതുമയുള്ള ശൈലിയാണ് മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ജേതാക്കളാക്കിയത്. പഴയ റാത്തീബുകളും അടവുകളുമായിരുന്നു മതിലകത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. പ്രസിദ്ധ മാപ്പിള കലാകാരൻ സാജിൽ മജീദായിരുന്നു പരിശീലകൻ. അറബനമുട്ടിൽ ഇപ്പോ തനത് അറബനമുട്ട് നമ്മുടെ വേദിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറബന നൃത്തം എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് വരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള അറബന തനിമ ചോരാതെ പുതുമ കൊണ്ടുവന്നത് കൊണ്ട് അത് ഏറ്റവും ഭംഗിയ രൂപത്തിൽ അവർ അത് സ്റ്റേജിൽ അവതരിപ്പിച്ചു. അതുകൊണ്ടുള്ള ഒരു വിജയം, എല്ലാവരും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിജയം, അത് തന്നെയാണ് ഈ ഒന്നാം സ്ഥാനത്തിന് ഇത്രയും ഭംഗി. അതിന്റെ വളരെ നല്ല മത്സരമായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ കളിക്കാൻ പറ്റി. ആദ്യം നല്ല പേടിയൊക്കെ ഉണ്ടായി. പിന്നെ കയറിയപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ അത് വെച്ച് കളിച്ച് പിന്നെ ഇത്ര നല്ല വേറെ തൃശ്ശൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ മത്സരമുള്ള ജില്ല എന്നാണ് എല്ലാവരും പറയണത്. ഞങ്ങൾക്കിവിടെ കിട്ടിയ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. മതിലകം സ്കൂൾ ആദ്യമായാണ് അറബനമുട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. അറബ് ഗാനത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച അഹമ്മദ് മെജാദാണ് ബൈത്തുകൾ ആലപിച്ചത്. അർപ്പണ മനോഭാവത്തോടെയുള്ള കഠിനമായ പരിശീലനത്തിനൊടുവിലാണ് മത്സരാർത്ഥികൾ തീപാറുന്ന പ്രകടനം കാഴ്ചവെച്ചത്. നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് അറബനമുട്ട് മത്സരം അരങ്ങേറിയത്. മുട്ടും രൗദ്രഭാവങ്ങളും കാണികളുടെ ആവേശം വാനോളം ഉയർത്തി. പങ്കെടുത്ത ഭൂരിഭാഗം ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിമിനോടൊപ്പം റഷീദ് അരുമപ്പെട്ടി.